എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്, ഒരു പൂച്ചയുടെയും ഒരു പട്ടിയുടെയും ഫയൽ. ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കാനായിട്ട് ഒരുപാട് കാലമായി ആഗ്രഹിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂച്ചയെ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. കുറേ കാലമായി നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അത് നടന്നു കിട്ടാനാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ നടക്കണമെന്നൊരാഗ്രഹമില്ല. എപ്പോഴെങ്കിലും നടന്നാൽ മതിയെന്നാണ്. ഇപ്പോൾ തന്നെ നടന്നാൽ കൂടുതൽ സന്തോഷം. പക്ഷേ ഇത് കുറച്ചുകൂടി വൈകിയാലും നിങ്ങളുടെ മനസ്സിൽ അതിനൊരു വെപ്രാളം കാണുന്നില്ല. കാരണം ആ ആഗ്രഹം നടക്കാനായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ത്വര എന്ന് പറയുന്നത് അതിൻ്റെ അളവ് കുറവാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്കിലും എന്തോ ഒരു കാരണത്താൽ ഈ ഒരു ആഗ്രഹം മാത്രം അത് കൃത്യമായി നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം വേഗം നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ആ നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് പറയാൻ പറ്റുന്നത് അതാണ്. മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുമ്പോഴും തൻ്റെ ആഗ്രഹം നടന്നു കാണാൻ അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം നടക്കാൻ കൃത്യമായി ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്വന്തം ആഗ്രഹം നടന്ന് അത് ആഗ്രഹത്തോടെ മുന്നോട്ട് പോയി അത് നടന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് നന്മകളുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരു എഫേർട്ടും ചെയ്യുന്നില്ല. വെറുതെ കളി തമാശയായിട്ട് നടക്കും. ജീവിതത്തിലൊരു മടി നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിനുള്ള ഒരു താല്പര്യം പലപ്പോഴും ഇല്ല. ആഗ്രഹമൊക്കെ നടക്കണമെന്ന് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നടന്നാൽ അതത്രയും സന്തോഷം നിങ്ങൾക്ക് വർദ്ധിച്ചു നൽകും. പക്ഷെ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറല്ല. മടി പിടിച്ച് നടക്കുക, ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ അപ്പോൾ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് നിങ്ങളുടെ പ്രവൃത്തി. പക്ഷേ നിങ്ങൾക്കൊരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സമയം അടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആഗ്രഹം നടക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു സമയം. കാരണം ആ ആഗ്രഹം നടത്താനായിട്ട് ഞാനൊന്നും കൂടുതലായി ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യവും നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നു, നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം നൽകുന്നു. പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം നടക്കുന്ന ഒരു സാഹചര്യം കാണാം. ഇത് പലപ്പോഴും നടക്കാൻ കാരണം നിങ്ങളെ സ്നേഹിച്ച വ്യക്തിയുടെ നിങ്ങളോടുള്ള താല്പര്യ നിമിത്തം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ അല്ല. പക്ഷെ എന്നാലും അത് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നു. അത് ഉടൻ വരികയും ചെയ്യും. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നായ എന്ന ഫയലാണ്. ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങളുടെ വ്യക്തി. ജീവിതത്തിൽ ആ ആഗ്രഹം തനിക്ക് സാധിക്കണമെന്നുള്ള ചിന്ത കുറേ കാലമായിട്ട് ഈ പട്ടി എന്ന ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ നോക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായെന്ന് അറിയാൻ കഴിയുന്നു. ആഗ്രഹം തുടങ്ങി അന്ന് മുതൽ ഉറക്കമില്ലാത്ത രാത്രികളാണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമാണ് ഈ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. മാത്രമല്ല ജീവിതത്തിൽ ആത്മാർത്ഥമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും തെറ്റായ ഒരു കാര്യം നടക്കാനോ തെറ്റായ ഒരു കാര്യം നടത്തിയെടുക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ ലാഭവും
നഷ്ടവും ഒന്നും നോക്കാതെ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തൊഴിൽ ചെയ്യുക, തൻ്റെ കർത്തവ്യം നിർവഹിക്കുക, അതിലൂടെ മെച്ചമുണ്ടാക്കുക എന്നിങ്ങനെയുള്ള സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത്. ഏറ്റെടുത്ത പ്രവർത്തനം തൻ്റെ ജീവൻ പോയാലും ആത്മാർത്ഥമായി പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്രയും ആത്മാർത്ഥതയും സ്നേഹവും മറ്റുള്ളവരോട് കടപ്പാടും കാണിച്ചിട്ടും ആരും ഇതുവരെ താങ്കളെ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിച്ചില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്കുണ്ട്. അത് ശരിയുമാണ്. ജീവിതത്തിൽ ഇത്രയൊക്കെ അവസരങ്ങളുണ്ടായിട്ടും, ജീവിതത്തിൽ ഇത്രയൊക്കെ നേട്ടങ്ങളുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടായിട്ടും അവയൊന്നും യഥാവിധി നേടിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് സാധിച്ചില്ല. അതിൻ്റെ ഒരു ദുഃഖം നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു ചിന്ത ഈ നായ പൈലായി സ്വീകരിച്ചവരുടെ അടുത്തുണ്ട്. ശരിയാണ്, നിങ്ങളെക്കാൾ മോശമായി ജോലി ചെയ്തവർ, നിങ്ങളെക്കാൾ മോശമായ ആത്മാർത്ഥത കാണിച്ചവർ, അവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടായി. പക്ഷെ എന്നിട്ടും എനിക്കെന്താണ് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാതിരുന്നതെന്ന് നിങ്ങൾ ഈ അടുത്ത കാലം വരെ ചിന്തിച്ചിരുന്നു. പക്ഷെ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് തൻ്റെ കർത്തവ്യമാണ് തൻ്റെ വിജയം. താൻ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. തൻ്റെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാക്കാൻ തൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ തന്നെയാണ് വേണ്ടത് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഓടിച്ചാടി നടന്നിട്ടൊന്നും കാര്യമില്ല. പ്രവർത്തിക്കുക, അതിൻ്റെ പ്രതിഫലം ഈശ്വരൻ തനിക്ക് നൽകുമെന്നുള്ള വലിയ വിശ്വാസം താങ്കൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈല് തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലെ വിജയം നിങ്ങളുടെ കൈവെള്ളയിൽ എത്തിച്ചു കൊണ്ടുവന്ന് നൽകും. അത് ഉടൻ ഉണ്ടാകുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത വിജയം നൽകുന്നതിനുള്ള കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥത ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളത് മുകളിലുള്ള ശക്തിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ നിങ്ങളുടെ ആഗ്രഹം നടക്കും. ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളുടെ പ്രവർത്തനം ഒരിക്കലും വൃഥാവിലാകില്ല എന്നുള്ളതിനും ഇത് ഉദാഹരണമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.